ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പം നമ്മുടെ കൾച്ചർ സെൻറ്റർ വിസിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അവർ നേച്ചറും അവർ എർത്തുമാണ് കേട്ടോ. അപ്പം ഈ രണ്ട് സെക്ഷനായിരുന്നു കേട്ടോ ലാസ്റ്റിൽ ഞങ്ങൾക്ക് പെൻഡിങ് ഉണ്ടായിരുന്നത്. പിന്നെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഒരിക്കലും നമ്മളവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ സെക്ഷനിലായിരിക്കും കേട്ടോ കയറുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറുന്നത് അവർ എർത്ത് എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ്. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ കുറേ ഡൈനോസറിൻ്റെയൊക്കെ ഫോട്ടോസും ഫോസിൽസും അങ്ങനെ ആർട്ടിൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കാണാനുള്ള ഒരു സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ വായിക്കാനും ഒക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഡൈനോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസറിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറിബിൾ ലിസാർഡ് അല്ലെങ്കിൽ ഒരു ഭീമാകാരനായ പല്ലി, അങ്ങനെയാണ് കേട്ടോ ഡൈനോസറിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഡൈനോസറിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് സൗരീഷ്യൻസ് എന്ന് പറയുന്നൊരു വിഭാഗമാണ് കേട്ടോ. അപ്പോൾ സൗരീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിയുടെ രൂപത്തിലിരിക്കുന്ന പല്ലിയുടെയൊക്കെ ഷേപ്പിൽ വരുന്ന തരത്തിലുള്ള ഡൈനോസറാണ്. അപ്പം അത് മാംസഭോജികളാണ് കേട്ടോ, മാംസം മാത്രം കഴിക്കുന്ന ഡൈനോസറുകളാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണിത്തീഷ്യൻസ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ഓർണിത്തീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളെ പോലെ ഇരിക്കുന്ന ബേർഡിനെ പോലെ ഇരിക്കുന്ന പിന്നെ ഡൈനോസറുകളാണ്. അത് സസ്യം മാത്രം കഴിക്കുന്ന ജീവികളാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഡൈനോസറുകളൊക്കെ ജീവിച്ചിരുന്നത് ഒരു ഏകദേശം 252 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിന് ഒരു പേരൊക്കെ ഉണ്ട് കേട്ടോ. ആ കാലഘട്ടത്തിന് പറയുന്നത് 3 തരത്തിലാണ് ആ കാലഘട്ടം മെയിനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ട്രയാസ്റ്റിക് കാലഘട്ടമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ജുറാസിക് കാലഘട്ടം. മൂന്നാമത്തേത് ക്രെറ്റീഷ്യസ് കാലഘട്ടം കേട്ടോ. അതുപോലെ തന്നെ ഈ ക്രെറ്റീഷ്യസ് കാലഘട്ടത്തിൽ ആണ്, അതായത് ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, ആ കാലഘട്ടത്തിന് പറയുന്നത് ക്രെറ്റീഷ്യസ് കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഒരു വലിയൊരു ഉൽക്കാപതനം ഉണ്ടായിട്ട് ഈ ദിനോസറുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഒരു വലിയൊരു എന്താ പറയുക വംശനാശം സംഭവിച്ച് ഈ ദിനോസറുകളെല്ലാം നശിച്ചു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ദിനോസറുകളൊന്നും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെയാണ് പൂക്കളും ചെടികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി ഭൂമി മാറുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയായിരുന്നു ദിനോസറിൻ്റെ ആ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു കിഡ്സ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കളിക്കാനും ഷൂ ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ദിനോസറിൻ്റെ മുട്ട എങ്ങനെയാണ്, മുട്ടയ്ക്കകത്ത് എങ്ങനെയാണ് വിരിഞ്ഞ് വരുന്നത്, പിന്നെ അവിടെ നമ്മൾ സാധാരണ ഈ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സെക്ഷനൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ചെറിയൊരു സിസ്റ്റം പോലൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിൽ നമ്മൾ ടച്ച് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കാണാനുള്ള കാർട്ടൂൺ പോലെയുള്ള രീതിയിലുള്ള ദിനോസറിൻ്റെ സ്റ്റോറീസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് കയറിയപ്പം ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ അവർ എർത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. അവർ നേച്ചർ എന്ന് പറയുന്നതാണ് അടുത്ത സെക്ഷന്. അപ്പോൾ ഞങ്ങൾ അവർ നേച്ചർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും മരങ്ങളും ഇതൊക്കെ മാത്രമേ കാണത്തുള്ളൂ, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അവിടെയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ്. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഫുൾ ഒരു ബ്രിഡ്ജ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ബ്രിഡ്ജിന് ചുറ്റും ഇലകളും മരങ്ങളും പിന്നെ പക്ഷികളുടെ സൗണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഫ്ലോർ മൊത്തത്തിൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ കേട്ടോ. അപ്പം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ ടൈം എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സിനെ കുറിച്ചും നമ്മുടെ കൊക്കോ പഴത്തിനെ കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീനിൽ നമുക്ക് ഒരു ഇയർഫോൺ പോലൊരു സാധനമുണ്ട്, അതെടുത്ത് നമുക്ക് ചെവിയിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവരിങ്ങനെ സ്റ്റോറി പോലെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമ്മൾ ഒരു ബാൽക്കണി പോലുള്ള ഒരു സ്ഥലത്തോട്ട് കയറാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് കയറുമ്പോൾ അവിടെ നമ്മുടെ ചക്കപ്പഴം ഉണ്ടല്ലോ, ചക്കപ്പഴത്തിനെ കുറിച്ചും കിളികളെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ചക്കപ്പഴത്തിൻ്റെ ഒരു ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പം ഇവിടെ പക്ഷികളുണ്ടല്ലോ, മരം കൊത്തീനെ കുറിച്ചും കുറേ തരത്തിലുള്ള പക്ഷികളെക്കുറിച്ചും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ.
പിന്നെ നമ്മളതിൻ്റെ ഇലയൊക്കെ തൊട്ടും പറിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇലകളൊക്കെ നമുക്ക് നോർമൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇലകളെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മരങ്ങളൊന്നും ഒറിജിനൽ ആയിരുന്നില്ല. അതൊക്കെ നമ്മുടെ ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആർട്ടായിരുന്നു അതൊക്കെ കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കാണും, ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാകത്തില്ലേ, അതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ താഴെ വശത്താണ് ചെറിയൊരു വെള്ളച്ചാട്ടം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഞാൻ നേരത്തെ സൗണ്ട് കേൾപ്പിച്ചില്ലേ, അതുപോലെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും പക്ഷികൾ കരയുന്ന സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മുടെ അക്വേറിയം ഒക്കെ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിൽ അക്വേറിയത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോട്ടൊക്കെ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ താഴോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ അവിടം കൊണ്ട് നമ്മുടെ ഈ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ ഇത് അവസാനിക്കും. പിന്നെ നമ്മൾ പോകുന്നത് മൊത്തം അക്വേറിയത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്താൻ പോവുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെയും താഴത്തെ അക്വേറിയത്തിൻ്റെയും പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ആ സ്ഥലം മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ കാട്ടിലൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുകയും ആനിമൽസൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ശരിക്ക് ആ വെള്ളച്ചാട്ടം എങ്ങനെയാണ് ഒഴുകുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമേ. വെള്ളച്ചാട്ടവും ചെറിയൊരു അരുവിയും ഒക്കെ മരങ്ങളും ഒക്കെ ആയിട്ട് കാട്ടിലൂടെ ഒഴുകുന്ന ചെറിയൊരു അരുവിയും അങ്ങനെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഐഡിയ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ താഴോട്ടുള്ള അക്വേറിയത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അക്വേറിയത്തിൻ്റെ ചെറിയൊരു ഭാഗം ഈ സൈഡിൽ നോക്കിയാൽ കാണാം. ഇതിൻ്റെ അടിവശത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് ലിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് ലിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോയി ലിഫ്റ്റിലോട്ട് കയറാൻ പോവുകയാണ്. വലിയ വലിയ മീനുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. അപ്പം ഈ അക്വേറിയത്തിലോട്ട് ഇറങ്ങുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറിയൊരു അക്വേറിയം ഉണ്ട്. പിന്നെ അവിടുന്ന് ബേസ്മെൻറ്റിലോട്ട് പോകുമ്പോഴാണ് മെയിൻ ആയിട്ടുള്ള അക്വേറിയം കേട്ടോ. ഇതാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു അക്വേറിയം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് മീനുകളെ മാത്രം ഇട്ടിട്ടുള്ള ചെറിയൊരു അക്വേറിയം. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാവേ. ഇതായിരുന്നു കേട്ടോ അതൊരു മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ചെറിയൊരു അക്വേറിയം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് മീനുകളായിട്ട് അതിന് രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ എന്തെങ്കിലും അക്വേറിയമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫിഷിനെ കാണുമ്പോൾ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നേ. അപ്പം നമ്മൾ അടുത്ത ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ താഴോട്ട് പോവുകയാണ്. അവിടെയാണ് മെയിനായിട്ടുള്ള അക്വേറിയം. പിന്നെ അവിടെ കുറേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ അക്വേറിയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചെറിയ മീനുകൾ തൊട്ട് വലിയ വലിയ മീനുകൾ വരെ ഉണ്ടായിരുന്നു. നമ്മൾ കടലിൻ്റെ അടിയിലൊക്കെ കാണുന്ന അതേ ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ലിഫ്റ്റിൽ നിന്ന് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലെത്തുമ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതായിരുന്നു അതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂ കേട്ടോ. വലിയ വലിയ മീനുകളും ഉണ്ടായിരുന്നു അതിനകത്തെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുവൈറ്റിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു ട്രിപ്പ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഇവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെയുള്ള ചെറിയ സ്ഥലങ്ങളിലും കടൽ തീരത്തും അങ്ങനെയൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഞങ്ങൾക്ക് ശരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വട്ടം കൂടെ ഇനി അവിടെ ഒന്നുകൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് 1-2 സെക്ഷനൊക്കെ ഹ്യൂമൻ ബോഡിയുടെയും പിന്നെ തിയേറ്ററിൻ്റെ ഒക്കെ 1-2 സെക്ഷനൊക്കെ ഞങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഒരിക്കലും എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ അവിടെയൊക്കെ കയറണം. ഇതായിരുന്നു ആ അക്വേറിയത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഇതായിരുന്നു കേട്ടോ. ഒത്തിരി മീനുകളുണ്ടായിരുന്നേ. അതുപോലെ തന്നെ വേറെയും കുറേ അവർ സിലിണ്ടർ ഷേപ്പിലും പല രീതിയിൽ നമുക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ആ ബേസ്മെൻറ്റിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു, വലിയ വലിയ മീനുകളൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിനകത്ത് ഒരേ ടൈപ്പുള്ള മീനുകളുടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതിൽ ആ സെയിം മീനുകൾ മാത്രമേ ഉള്ളൂ. അതൊരു സിലിണ്ടർ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു അക്വേറിയം ആയിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്യത്തില്ലേ, അതുപോലെയുള്ള ചെറിയ ചെറിയ അക്വേറിയംസ് ഒക്കെ ഇങ്ങനെ ചുമരിലൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സെക്ഷനായിരുന്നു കേട്ടോ ഈ നാച്ചുറലും അവർ എക്കോസിസ്റ്റവും പിന്നെ അവർ എർത്തും ഒക്കെ എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഒരു ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം ആയിരുന്നു ഇത്. ഇതിൽ കുട്ടികൾക്കൊക്കെ കയറിയിട്ട് അതിനകത്ത് കയറി തലയിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ കയറാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യക്കുട്ടൻ അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയും ഇവിടെ ആരെങ്കിലുമൊക്കെ വരാത്തവരുണ്ട്, കുവൈറ്റിൽ വന്നിട്ട് കുവൈറ്റിൽ ഇപ്പോൾ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോയി കാണണമെന്നാണ് കേട്ടോ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ, സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം കൂടെ പോയി നോക്കും. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.